ആ ഷമാദ, അത് കുഴപ്പമൊന്നുമില്ല. സജിത്ത് എനിക്കാണായിരിക്കും, നീ അവിടെ ഇരിക്കും. എന്തായടാ മൈൻഡ് ഒക്കെ ഓക്കെ ആയില്ലേ? മനസ്സിപ്പോ നാട്ടിൽ വെച്ചിട്ട് ശരീരം കൊണ്ട് ഇങ്ങോട്ട് പോന്നാണ് മൊയ്തീൻ ഭായി. ഒക്കെ ശരിയാകൂടാ. കഴിഞ്ഞ മാസം കയ്യുമ്പോ വന്നപ്പോ ഇതന്നെ സ്ഥിതി. കുറച്ചു ദിവസം കഴിയുമ്പോ ശരിയാവും. പെട്ടെന്ന് ഇട്ടെറിഞ്ഞിട്ട് പോകാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും ഒരു പരിപാടി തട്ടിക്കൂട്ടിട്ട് നാട്ടിൽ ഇനി ഒന്ന് കൂടണം മതി. തൽക്കാലം നീ റൂമിൽ പോയിട്ട് എന്തൊക്കെ തട്ടിക്കൂട്ടിക്കോ. മനുഷ്യന്റെ മൂഡ് കളയാൻ പയ്യാരോ പരിവട്ടോ എപ്പോ. ആരാ നിങ്ങളെ പിടിച്ചു വെച്ചത്? വേണ്ടെങ്കിൽ പോയിക്കോളി. അത് ഓന്റെ പ്രയാസം കൊണ്ട് പറഞ്ഞാണ് സജിത്തെ. നമ്മളിപ്പോ ഫാമിലി ആയിട്ട് സൂചിച്ച് ജീവിക്കല്ലേ, അവന് മാത്രമേ പ്രശ്നമുള്ളൂ. സജിത്തെ, അവന്റെ കുട്ടി ഇപ്പോഴും കരയാണ്. 2 ദിവസമായിട്ട് കുട്ടി ഉറങ്ങിയിട്ടില്ല. നാളെ ആ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. പറഞ്ഞില്ലല്ലോ. കഴിഞ്ഞ മാസം കയ്യുമ്പോ വന്നപ്പോ ഞാനും സാധിക്കും അവനെ കുറെ കളിയാക്കി. എല്ലാവരും ഒരുപോലെ ആവുമോ? പാവടാ. ചിലവർക്കൊന്നും മനസ്സിന് തീരെ കട്ടിയില്ലടാ. നമ്മളൊക്കെ ചിന്തിക്കണ പോലെ അവരും ചിന്തിക്കണത്. നമ്മൾ എന്തിനാ വാശി പിടിക്കുന്നത്? എന്താ ഫോൺ എടുക്കാതെ? നാട്ടിൽ വന്നപ്പോ ആയിരം പറയാനാണ്. തൽക്കാലം പുറത്തുനിന്ന് സങ്കടങ്ങളൊന്നും എടുക്കണില്ല. ആവശ്യത്തിനൂടെ ഉണ്ട്. അതെ അതെ, കുട്ടിയുടെ കാര്യം ഒന്നും സാരില്ല സഹിച്ചേട്ടാ. നമ്മത് എനിക്കറിയാലോ, ഞാൻ ഒരു പ്രാവശ്യം നിർത്തി പോയതല്ലേ. എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. നാട്ടിലെ പൈസ ഉണ്ടെങ്കിലും ഓന് അണിയാക്കിയാണ്, പൈസ ഇല്ലെങ്കിലോ ഓൻ എല്ലാവരും കളിയാക്കാണ്. അതാണ് അവസ്ഥ. ഒക്കെ ശരിയാവും, സമാധാനിക്കും. നാളെയല്ലേ മോളെ ബർത്ത്ഡേ? അടിച്ചു പോയിക്കണം. ഉണക്കില്ലേ ഇവിടെ? എന്നാ ശരിയടാ. ഉം